കാലഘട്ടമാണ്. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദിയായ ഫാത്തിമ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയാപ്ലയായ മഹാനായ ആലിയാർ തങ്ങളോട് എന്തോ ഒരു കാര്യത്തിന് അവിടെ നിന്ന് പിണങ്ങുകയാ. രണ്ടുപേരും സംസാരിച്ച് എന്തോ ഒരു കാര്യത്തിന് അവിടെ നിന്ന് പിണങ്ങുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പിണക്കം വന്നിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി എന്തൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കിയിട്ടും അലിയാർ തങ്ങൾ ചിരിക്കുന്നില്ല. ആ പിണക്കം മാറുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിണക്കം മാറി. സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി മഹദിയായ ഫാത്തിമ അവിടുന്ന് കടന്നു ചെല്ലുകയാണ് റളിയല്ലാഹു അൻഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവിടുന്ന് കടന്നു പോവുകയാ. എന്നിട്ട് പറയുന്ന ഉപ്പ, എന്റെ പ്രിയപ്പെട്ടവനായ ഭർത്താവായ എന്റെ അലീനോട് ഞാനൊരു സമയത്ത് അവിടുന്ന് പിണങ്ങി ഉപ്പ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നിട്ട് ഇപ്പോഴെന്നോട് പിണക്കം മാറ്റി ഉപ്പ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, കാര്യമെല്ലാം ശരി തന്നെ ഫാത്തിമ. നിന്റെ ഭർത്താവിനോട് പിണങ്ങിയതായ സമയം നീ മരണപ്പെട്ടു പോയാൽ നിന്റെ ജനാസ പോലും ഞാൻ നമസ്കരിക്കില്ലായിരുന്നു ഫാത്തിമ. പറഞ്ഞതാരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്രയോ സഹോദരിമാരാണ് അകാരണമായി ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന, ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്ന എത്രയോ സഹോദരിമാരാണ്. യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുന്നില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എന്റെ അടുക്കലേക്ക് അവൻ പൊരുത്തത്തിന് വേണ്ടി കടന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനൊരു വില പോലും കൊടുക്കാത്ത പെണ്ണുങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ? നിങ്ങൾ പഠിക്കണ ഈ ചരിത്രം. മഹദിയായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഖിത്അത്തു ഖബ്ദി ഫാത്തിമ. ഫാത്തിമ ഖിത്അത്തു ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണ് എന്റെ പൊന്നോമന പുത്രിയായ ഫാത്തിമ. ആ ഫാത്തിമയെ ഇഷ്ടം വെക്കുന്നവൻ, ആ ഫാത്തിമയെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഫാത്തിമയാണ് എന്ന് പറഞ്ഞ ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ, നിന്റെ ഭർത്താവിനോട് പിണങ്ങിയ സമയം നീ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്റെ ജനാസ പോലും ഞാൻ നമസ്കരിക്കില്ലായിരുന്നു. എത്ര ഗൗരവമാണ് ഭർത്താവിനോടുള്ള കടമ.